ഈ FCRA ഇഷ്യൂ അത് കേരള ഇലക്ഷൻ്റെ സമയത്ത് മാധ്യമങ്ങളിലും രാഷ്ട്രീയ പാർട്ടികളും, അതായത് LDFും UDFും പറഞ്ഞുകൊണ്ടിരുന്ന ഒരു സംഭവമായിരുന്നു. ഇലക്ഷൻ കഴിഞ്ഞതിന് ശേഷം ഒരു മാധ്യമങ്ങളിലും അതിനെപ്പറ്റി ഒരു ചർച്ച കാണുന്നില്ല. ഒരു കോൺഗ്രസ്സുകാരനോ ഒരു UDFോ LDFോ CPMോ CPMയോ ആരും അതിനെപ്പറ്റി മിണ്ടുന്നില്ല. അത് വോട്ടിന് വേണ്ടി BJPക്ക് ക്രിസ്ത്യൻ വോട്ട് കിട്ടാതിരിക്കാൻ വേണ്ടി ചെയ്തൊരു നാടകമാണ്. അല്ലാതെ FCRA യഥാർത്ഥത്തിൽ ക്രിസ്ത്യൻസിന് എതിരാണെന്നുള്ള ഒരു ഒരു ധാരണ സൃഷ്ടിക്കാനാണ് അവർ ശ്രമിച്ചത്. ഇത് രണ്ട് വിഭാഗം ആൾക്കാരുണ്ട്. ഇപ്പോൾ FCRനെ കുറ്റം പറയുന്ന ആൾക്കാരെ നമുക്ക് രണ്ടായിട്ട് തിരിക്കാം. ഒരു 50% പേര് ഇതെന്താണ് സംഭവം എന്ന് അറിയാതെ കാള പറ്റുമെന്ന് കേൾക്കുമ്പോൾ കയറെടുക്കുന്ന ആൾക്കാരല്ല. അതുപോലെ ഓക്കെ ഇത് ക്രിസ്ത്യൻസിനെതിരാണെന്ന് പറഞ്ഞിട്ട് അതിനെതിരെ സത്യം അറിയാണ്ട് പ്രതികരിക്കുന്ന ആൾക്കാർ. പിന്നത്തെ പ്രതികരിക്കുന്ന ആൾക്കാർ സത്യം അറിയാം, എന്നാലും BJPക്ക് ക്രിസ്ത്യൻ വോട്ട് കിട്ടരുത് അല്ലെങ്കിൽ കുത്തിത്തിരിപ്പ് ഉണ്ടാക്കാന്ന് പറയില്ലേ, അത് അവർക്ക് അറിയത് യഥാർത്ഥത്തിൽ രാജ്യത്തിന് നല്ലതാണോ, എന്നാലും അവർ അറിയാത്ത പോലെ ഭാവിച്ചിട്ട് അങ്ങനത്തെ ഒരു അവരുടെ പ്രൊപ്പഗണ്ട നടപ്പിലാക്കാൻ ശ്രമിക്കുന്നു. ശരിക്കും FCRA എന്താണ്? FCRA ശരിക്കും ഒരു റിലീജിയനെ ഉന്നയിച്ചിട്ടൊന്നല്ല, അതെല്ലാ റിലീജിയനെയും ഇത് ഇമ്പാക്റ്റ് ചെയ്യും. റിലീജിയനെ മാത്രമല്ല, ഒരുപാട് സംഘടനകൾ. ഇതിൽ ഏറ്റവും കൂടുതൽ എഫക്റ്റ് ചെയ്യുന്നത് ഹിന്ദു സംഘടനകൾക്കാണ്. അത് ആദ്യം മനസ്സിലാക്കണം. ഏറ്റവും കുറവ് ഇമ്പാക്റ്റ് ചെയ്യുന്നത് ഈ മുസ്ലിം സംഘടനയാണ്. ഏറ്റവും കൂടുതൽ ഞാൻ പറയുന്നു ഈ ഹിന്ദു സംഘടനയാണ് ഏറ്റവും കൂടുതൽ എഫക്റ്റ് ചെയ്യുന്നത്. ഇത് പുറത്തുനിന്നുള്ള ഫണ്ട് ഇന്ത്യയിലോട്ട് വരുമോ അതിന് കുറച്ച് മോണിറ്ററിങ്, അല്ലെങ്കിൽ അവർ പറയുന്ന അക്കൗണ്ട് വഴി തന്നെയായിരിക്കണം ഈ ഒരു ട്രാൻസാക്ഷൻ. പിന്നെ ഈ ഫണ്ട് അവരെന്തിന് യൂസ് ചെയ്യുന്നുള്ളത് ട്രാൻസ്പെറൻ്റ് ആയിരിക്കണം. അപ്പോൾ ഇന്ത്യയിൽ ഒരുപാട്, അതായത് ഇപ്പോൾ സായിബാബയുടെ ആശ്രമങ്ങൾ, അല്ലെങ്കിൽ ഈ മറ്റേ രവിശങ്കറിൻ്റെ ഇസ്കോൺ, പിന്നെ നമ്മുടെ സദ്ഗുരു, അങ്ങനെ ഒരുപാട് ആശ്രമങ്ങളും മെഡിറ്റേഷൻ സെൻറ്ററുകളും നൂറുകണക്കിനുണ്ട്. പിന്നെ അതിനെപ്പറ്റി കമ്പയർ ചെയ്ത് നോക്കുമ്പോൾ ക്രിസ്ത്യൻസിൻ്റെ ഫണ്ടൊക്കെ അതിനേക്കാളും താഴെ നിൽക്കുന്നുള്ളൂ, ചർച്ചിനൊക്കെ കിട്ടുന്ന ഫണ്ടുകളൊക്കെ. അപ്പോൾ പിന്നെ പറയുകയാണെങ്കിൽ ഒരുപാട് ആർക്ക് വേണമെങ്കിലും ഒരു ചാരിറ്റബിൾ ഓർഗനൈസേഷൻ ഉണ്ടാക്കാം. അതിനുശേഷം ഈ ഫോറിൽ നിന്ന് 50 കോടിയോ 100 കോടിയോ 10 കോടിയോ ചാരിറ്റിയുടെ പേരിൽ ഇങ്ങോട്ട് പൈസ വരും. നല്ല ലാഭമുള്ള പരിപാടിയാണ്. ഇപ്പോൾ നമ്മൾ കുറച്ച് പേര് കൂടിയിട്ട് ഒരു ചാരിറ്റബിൾ ട്രസ്റ്റ് ഫോം ചെയ്തതിന് ശേഷം ഏതെങ്കിലും തീവ്രവാദികൾ നമ്മുടെ അക്കൗണ്ടിലോട്ട് പൈസ അയക്കുന്നു. അവർ പറയും 50 കോടി ഞങ്ങൾ അയക്കും, 10 കോടി നിങ്ങൾ എടുത്ത കമ്മീഷനായിട്ട്, ബാക്കി 40 കോടി ഞങ്ങളുടെ ഏജൻറ്റ് ഇന്ത്യയിലുണ്ട്, അവരത് യൂസ് ചെയ്തോളും. സുഖമല്ല പൈസ ഉണ്ടാക്കാൻ. അങ്ങനെ ഒരുപാട് ചാരിറ്റി സംഘടനകൾ അങ്ങനെ വർക്ക് ചെയ്യുന്നുണ്ട് നമ്മുടെ രാജ്യത്തിനെതിരെ ഈ ഫണ്ട് യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട്.